അപ്പു എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ആയി ശരിക്കും അല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ? അതെ അതെ, അപ്പൂന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പുക്കിളി, അപ്പുമോളെ, അപ്പൂന്നൊക്കെ. ആ ക്യാരക്ടറായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? സത്യം ആ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ പൊങ്കാല എന്ന് പറയുമ്പോ ഞാൻ ചേച്ചിക്ക് പൊങ്കാലന്റെ ഒരു ട്രോളൊക്കെ വരലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, ഓരോന്ന് കാണുമ്പോൾ ചേച്ചിക്ക് അതിന്റെ ലിങ്ക് എടുത്ത് വാട്സപ്പിൽ അയക്കും. ചേച്ചി പറയും രക്ഷ കഴിഞ്ഞില്ലേ. ക്യാരക്ടർ എന്ന് പറയുമ്പോ ഇപ്പം ആളുടെ അപ്രതീക്ഷിതമായ മരണം എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് സാന്ത്വനത്തിന് ബാധിച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, അതൊരിക്കലും പോകും. ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, കാരണം തലേന്ന് ടാറ്റ പറഞ്ഞു പോയതാണ്, നാളെ കാണാൻ രക്ഷ എന്ന് പറഞ്ഞ്. ജീവിതത്തിന്റെ എത്ര ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന ഒരു മരണമായിരുന്നു ആദിത്യ സാറിന്. അപ്പം എൻ്റെ ഗുരു അപ്പു സ്ക്രീനിൽ ഉണ്ടെങ്കിൽ അപ്പുടെ പേരും ആ സ്ക്രീനിൽ ഉണ്ടായിരിക്കണം. ഹരിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പറയുന്ന ആള് അംഗീകരിക്കുന്നു വരില്ല, എപ്പോഴും ടോം ആൻഡ് ജെറി ആയിരുന്നു. ടോം ആൻഡ് ജെറി എങ്ങനെ ഉണ്ടാവും അതുപോലെ. ബാലേട്ടൻ ശരിക്കും ആ ബാലേട്ടന്റെ ഒരു സീരിയസ്നെസ് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടർ മാറിക്കഴിയുമ്പോ എങ്ങനെയാ ബാലേട്ടൻ? കുട്ടികളെ പോലെ ഭയങ്കര ലഹളം, എന്തെങ്കിലും പാട്ടൊക്കെ പാടി അല്ലെ എന്തെങ്കിലുമൊക്കെ കളിച്ചും കൊണ്ട് ആള് വരിക. അഞ്ജലിനെ കുറിച്ച് പറയണോ ശിവനെ കുറിച്ച് പറയണോ? ഒരു ബെസ്റ്റ് മെമ്മറി. ഓക്കെ, അഞ്ജലിയും തുടങ്ങാം. അഞ്ജലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, ആള് ഭയങ്കര കുസൃതിയൊക്കെയാണ്. ജയന്തി അപ്സര ചേച്ചിയുടെ ക്യാരക്ടർ ഇപ്പൊ ആള് ബിഗ് ബോസിലും കൂടി പോയിട്ടുണ്ട്. അവള് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പോകണം. അപ്പൊ എനിക്ക് തോന്നുന്നു അവൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അവളൊരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടാണ്. അവളൊരു പാവാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ സാന്ത്വനം 2. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ സാന്ത്വനം 2 എന്ന സംഭവം. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? പച്ചമഞ്ഞൾ. എന്താ കഴിച്ചേ? പപ്പടം. ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം? പച്ചവെള്ളം കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റ് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കരയിൽ ഇപ്പോൾ സാധാരണ സീരിയൽസ് എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരും അല്ലെങ്കിൽ ഒരു ലേഡീസ് കാറ്റഗറി എന്ന് പൊതുവെ പറയപ്പെടും. പക്ഷേ ഈ സീരിയൽ കേരളത്തിലെ യുവാക്കളടക്കം ഏറ്റെടുത്ത സീരിയലാണ്. കാരണം എൻ്റെ പല ഫ്രണ്ട്സും ഈ 7 മണിയാകുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മുന്നിൽ പോയിരിക്കുക, ഈ സീരിയൽ കാണാം. സാന്ത്വനം എന്ന് പറയുന്ന സീരിയലാണ്, ഭയങ്കര ഹിറ്റാണ്, എല്ലാവരും ഏറ്റെടുത്ത സീരിയൽ. എല്ലാവരുടെയും ഫേവറേറ്റ്. ആദ്യം ഒരു ദുഷ്ടത്തിക്കായിട്ട് വന്നിട്ട് പിന്നെ എല്ലാവരുടെയും മനം കവർന്ന അപ്പു ക്യാരക്ടർ അവതരിപ്പിച്ച രക്ഷയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹലോ, നമസ്കാരം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാളത്തെ ഒരു ജേർണി, അപ്പം അപ്പു എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ആയി ശരിക്കും അല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ? അതെ അതെ, അപ്പൂന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പുക്കിളി, അപ്പുമോളെ, അപ്പൂന്നൊക്കെ. അതില് അപ്പുക്കിളി എന്നൊക്കെയാണ് വിളിക്കുക. ചില ഇതിൽ തന്നെ ഡയലോഗിൽ തന്നെ അപ്പുക്കിളി എന്നൊക്കെ ഉണ്ട്. അപ്പം അത് തന്നെ അവരത് ഏറ്റെടുത്തിട്ട് അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പു അപ്പു മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാ അങ്ങനെ തന്നെ വിളിച്ചോ, പക്ഷെ അങ്ങനെ വരുമ്പോ റിയൽ നെയിം ഇപ്പൊ രക്ഷ എന്നായിരുന്നു അല്ല റിയൽ നെയിം. എന്നോട് പറഞ്ഞു അപ്പു വരുന്നുണ്ട് സാന്ത്വനത്തിൽ. നോക്കിയ അപ്പു പിന്നെ രക്ഷ ഇൻട്രോയില് റിയൽ നെയിം പറയണല്ലോ. ആ ഒരു പക്ഷെ ഒരു കണക്കിന് നല്ലയാ. അതെ. പിന്നെ ഇപ്പൊ മീഡിയയിലൊക്കെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാന്ത്വനം എന്ന് പറഞ്ഞ വരുമ്പോ എല്ലാരും എത്താറുണ്ട് മീഡിയസ് ഒക്കെ. അങ്ങനെയാണ് രക്ഷ എന്നുള്ള അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയത്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കും അപ്പു ശരിക്കുള്ള രക്ഷയല്ലേ പേരെന്ന് ചോദിക്കും. അപ്പൊ അതെ, അപ്പൊ അവർക്ക് അങ്ങനെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അവർക്ക് പേരൊക്കെ അറിയാം. പക്ഷെ അവര് വിളിക്കുന്നത് അപ്പു എന്നാണ്. പിന്നെ അവര് സ്നേഹത്തോടെ വിളിക്കുക. അപ്പൊ എനിക്കും അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഒരു കുരുത്തക്കേടുള്ള കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വന്നു. പക്ഷെ പിന്നീട് ലാസ്റ്റ് ആയപ്പോഴേക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പൊ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും പ്രേക്ഷകർക്ക് വലിയ കുഴപ്പമില്ല. അല്ല, നോർമലി വില്ലത്തരം അല്ലെങ്കിൽ കുറുമ്പാണിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരു അവള് കുറച്ച് ഒരു തൻ്റെടി എന്നുള്ളൊരു സാധനം വരുമ്പോ, പക്ഷെ അപ്പൊ എന്ത് ചെയ്താലും വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടമാണ്. അതെന്താ സംഭവം പറയാം, അത് ശരിക്കും പറയണ ഒരു വില്ലത്തരല്ലായിരുന്നു. കാരണം ഒരു അത്രയും പണത്തിൽ ജീവിച്ച ഒരു പണക്കാരന്റെ മോളാണ് അപ്പു. അത്ര റിച്ച് ആയിട്ടുള്ള ഒരാളുടെ മോള്. അപ്പൊ ആ ആള് ഒരു സാധാരണ വീട്ടിലേക്ക് പോവാണ്. അപ്പം ആൾക്ക് പറയുന്ന എല്ലാം എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഡാഡി, അങ്ങനത്തെ ഒരു ഇതിലാണ് ജീവിച്ചത്. എല്ലാം കിട്ടി. അപ്പൊ അവരുടെ വാശിക്ക് അനുസരിച്ച് നിൽക്കുന്ന അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ്, ഡാഡി മമ്മി അങ്ങനെയാണ്. അപ്പൊ ആ ഒരാള് ഒരു സാധാരണ കുടുംബ ഫാമിലി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് പോകുന്നു. സാധാരണ ഒരു വീട്, സാന്ത്വനം അറിയാലോ, ഒരു സാധാരണക്കാരുടെ വീട്. ആ വീട്ടിലേക്ക് ഏതൊരു പെണ്ണും അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം
നമ്മൾ എന്താ പറയാ അവിടേക്ക് ഭർത്താവിന്റെ കൂടെ പോകണം, അല്ലെ ഒറ്റയ്ക്ക് പോകണം, നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങളൊന്നും അപ്പൊ ഇവരൊക്കെ ആണെങ്കിൽ എല്ലാം ദേവിയെടുത്തിയുടെ സമ്മതം, ബാലേട്ടിയുടെ സമ്മതം അതൊക്കെ ചോദിക്കുന്ന സമയത്ത് ശരിക്കും അത് നമുക്ക് ഒരു പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതിപ്പോ ഞാൻ പറയാം, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, നമുക്ക് തന്നെ പോയിക്കൂടെ, ഇവരൊക്കെ ചോദിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നത്. അത് ഇപ്പം ആൾക്കാർക്ക് എപ്പോഴും എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു റിയലിസ്റ്റിക് ക്യാരക്ടറാണ് അപ്പു. ഇപ്പൊ ജനങ്ങളിൽ എല്ലാവരുടെയും ഒരു കഥ ഇപ്പൊ നിങ്ങളിലും ഉണ്ടാവാ, ഇപ്പൊ മറ്റുള്ള എല്ലാ പെൺകുട്ടികളിലും അപ്പൂവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൂനിൽ ഉണ്ടാവും. എനിക്കും ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൂവിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ ഇതിലുണ്ട് ക്യാരക്ടറിൽ. അപ്പം അത് ശരിക്കും നമ്മളതിലൊക്കെ അത് ഉണ്ട്. നമുക്കത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ പെരുമാറുന്നുണ്ട് ഇടയ്ക്ക്. ഇതിൽ കാണുന്ന സമയത്ത് എല്ലാവർക്കും സീരിയൽ കാണുമ്പോൾ എല്ലാവർക്കും എന്തും അനുസരിച്ച് ശരി എവിടെ പോവാ പോട്ടെ, അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു അങ്ങനെ ട്രാവൽ ചെയ്യണം. അവർക്ക് അങ്ങനെയാണല്ലേ ഇഷ്ടം. ഒന്നിനെതിര് പറയാതെ എല്ലാത്തിനും സമ്മതിച്ച് സ്നേഹം മാത്രം. അത് സീരിയലിലും അങ്ങനത്തെ മാത്രം കാണുന്ന ആളാണ്. പക്ഷെ അതല്ല അപ്പു ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഒന്നും ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ ദേഷ്യം പിടിച്ച് സംസാരിക്കും, മീൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതെന്താ അവള് പണക്കാരി വന്ന് അവിടെ ഫാമിലിന്റെ ആ ഒത്തൊരുമ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു തുടക്കത്തില്. പിന്നെ പോകെ പോകെ ഞാൻ ആ ഒരു ഫാമിലിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് അനുസരിച്ച് നിൽക്കാൻ തുടങ്ങി. പിന്നെ ചില സമയത്ത് എനിക്ക് ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യും. അത് എനിക്ക് വായിൽ എന്താ വരുന്നത് അത് ഞാൻ പറയും. പിന്നെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ പിന്നെ കുറ്റബോധം വന്ന് സോറി പറയും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പു എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെയാണ്. അവളിപ്പോൾ നാളെ ഷൗട്ട് ചെയ്യണമെങ്കിൽ നാളെ പിറ്റേ ദിവസം അത് മനസ്സിലാക്കി തെറ്റാണെന്ന് അവളെ ഭാഗത്ത് മനസ്സിലാക്കി അവൾ സോറി പറയും. അത് മനസ്സിലാക്കാനുള്ള ഒരു അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ നേരിട്ട് കാണുമ്പോൾ. ശരി, ഇപ്പൊ അപ്പുടെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ റിയൽ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അപ്പുവും രക്ഷയും തമ്മിൽ എന്തോരം സാമ്യമുണ്ട്? എന്താ വെച്ചാൽ എല്ലാവരിലും ഉണ്ട്. ഇപ്പം നമുക്കിപ്പം ഇടയ്ക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമായിരിക്കും, അത് നമ്മളെ ഹസ്ബൻഡിന്റെ കൂടെ പോകാൻ ഇഷ്ടമായിരിക്കും. പിന്നെ അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ഉണ്ടാവില്ലേ, അത് സ്വതവേ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അത് പ്രശ്നമില്ല. നമ്മളേതായ ഇഷ്ടത്തിനനുസരിച്ച് നല്ല പാരന്റ്സ് നല്ല സപ്പോർട്ടീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫാമിലിന്റെ അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല. നമ്മൾ എന്തിനും അവർ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടെ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയില്ല. ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ വാശികൾ എന്ന് പറയുന്നത് ഭയങ്കര വാശിയൊന്നുമല്ല പറയുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളതായിട്ടുള്ളതിൽ നമ്മൾ പറയും. ഞാൻ പെട്ടെന്ന് എനിക്ക് അപ്പം എന്താ തോന്നി ഞാൻ പറയാറുണ്ട്. പിന്നെ ചിലപ്പം നമുക്ക് ഒരു അബദ്ധവും പറ്റും. അപ്പം ഞാനത് മനസ്സിലാക്കി കുറച്ച് കഴിയുമ്പോൾ ശരിയാണല്ലോ എനിക്കൊരു അത് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു തോന്നിയിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചിലപ്പോൾ സോറി പറയാം, അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറ്റിപ്പോയി, അപ്പം അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അങ്ങനെ സംസാരിച്ച് ശരിയല്ല എന്ന് തോന്നാറുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെയാണല്ലോ അപ്പു. അതെ അതെ. പിന്നെ ഫുള്ളായിട്ട് അപ്പുവല്ല കേട്ടോ. കാരണം ഇടയ്ക്ക് ചില ആൾക്കാർ പൊട്ടിയിടുന്നത് ഇടയ്ക്ക് നിൽക്കാറുണ്ട്. പക്ഷെ അതൊന്നുമില്ല, അത് ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഇന്നസെന്റ്, ഭയങ്കര ഇന്നസെന്റും. പക്ഷെ അതൊരു കഥാപാത്രം ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ അപ്പുല്. ഇപ്പൊ ഏകദേശം 3+ years ഒരു ജേർണി ആയിരുന്നു സാന്ത്വനത്തില് അപ്പുമായിട്ട്. അപ്പൊ പല ആക്ടേഴ്സും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പം ചില ക്യാരക്ടേഴ്സ് കഴിഞ്ഞാലും അത് നമ്മളിൽ നിന്ന് അത് വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് സിനിമയിലേക്ക്. അപ്പൊ ഇത്രയും നാളൊരു ക്യാരക്ടറായിട്ട് സീരിയല് ജീവിക്കുകയല്ലേ ശരിക്കും. വളരെ കുറച്ച് ഡേയ്സ് അല്ലേ ഷൂട്ട് ഇല്ലാത്തുള്ളൂ. പിന്നെ ഫുൾ ടൈം ആ വീട്ടില് അപ്പുമായിട്ട് നിൽക്കുക. അപ്പോൾ അത് സാന്ത്വനം കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടു പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ക്യാരക്ടറായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? സത്യം ആ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. എനിക്ക് ഒരു തുടക്കത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഒരു ദേഷ്യം അപ്പോൾ ഫീൽ ചെയ്തിരുന്ന ആൾക്കാർക്ക്. അപ്പൊ ഞാനും ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഈശ്വരേ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് എനിക്കൊരു പക്ക ഒരു എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന് താല്പര്യമില്ല, അതാണോ എന്നൊക്കെ ഡയറക്ടറോട് ഞാൻ ഫസ്റ്റ് ചോദിച്ചിരുന്നു കഥ കേൾക്കുമ്പോൾ. അപ്പൊ സാറ് പറഞ്ഞു ഒരിക്കലും അല്ല, ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരിൽ ഉള്ള ഒരു കഥ, റിയലിസ്റ്റിക് ക്യാരക്ടർ, നമ്മളല്ലാതെ ഒരു സീരിയൽ പാറ്റേണിൽ പോകുന്ന ഒരു ടൈപ്പ് അല്ല, പ്രതികരിക്കുന്നതും അല്ല എല്ലാം. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടി അങ്ങനെ പറഞ്ഞിരുന്നു തുടക്കം. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എനിക്ക് എൻ്റെ കഥാപാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും ഈ അപ്പുവില് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ചില കാര്യങ്ങൾ അപ്പുവിന്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. അപ്പൊ അതിന് പ്രതികരിക്കുന്നുമുണ്ട്. അപ്പൊ ഒന്ന് പ്രതികരിക്കുക ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലല്ലോ, അപ്പൊ ഒന്ന് ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാൻ നല്ലോണമുള്ള ഒരു ക്യാരക്ടറാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷം. കാരണം എനിക്ക് ഒരു ഫണ്ണി ആയിട്ട് കോമഡി ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ അത് പ്രേക്ഷകരിൽ അത് അവർ ഏറ്റെടുക്കും എന്നറിയില്ല. ചിലപ്പോൾ അത് നമുക്കത് ചെയ്യാൻ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് തമാശയായിട്ട് തോന്നിയില്ല എന്ന് പറയില്ല, ഇതെന്താ കുട്ടി കാണിച്ചു. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ അതിൽ കുറേ കമന്റ്സ് പുറത്തുള്ള ആൾക്കാർ അയ്യോ ഞങ്ങൾ ആ സംഭവം കണ്ടപ്പോൾ ചിരിച്ചു കേട്ടോ, അപ്പൂൻ്റെ ആ കളി കണ്ടപ്പോൾ എൻ്റെ അമ്മയും എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ. കാരണം നമ്മളിപ്പം ഇങ്ങനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇതിലാണ് ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഈ ഒരു ക്യാരക്ടറിലാണ് നമ്മൾ കോമഡി ആയാലും സീരിയസ് ആയാലും മറ്റുള്ള സങ്കടമായാലും എല്ലാ ഇമോഷൻസും കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം ആയതുകൊണ്ട് അതൊക്കെ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്യുന്നത്. ഒരു സ്കൂൾ പോലെ നമ്മൾ പഠിച്ചൊരു ഓരോന്ന് പഠിക്കാൻ പറ്റി. ആ പഠിച്ചതൊക്കെ നമുക്ക് വിജയിച്ചു എന്നുള്ളത് കാരണം പ്രേക്ഷകരിൽ നിന്നുള്ളതാണ്. ഇപ്പം ഞാനൊന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് നീ പറഞ്ഞത് അയ്യോ എന്താ അങ്ങനെ പറഞ്ഞത് ദേഷ്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതിൻ്റെ എഫക്റ്റാണ് അവിടെ കാണിച്ചത്. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടത് ഫസ്റ്റ് എല്ലാവർക്കും ദേഷ്യം വരാൻ കാരണം ഞാൻ നന്നായി ചെയ്തുകൊണ്ടാണല്ലോ. അപ്പൊ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു ദേഷ്യം എന്നുള്ള ഒരു കമന്റിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അതിൽ ഞാൻ ചെയ്യാൻ പറ്റിയെന്നാണ്. അല്ലാതെ അവരൊരു അങ്ങനെ പറഞ്ഞു എന്നല്ല, കഥാപാത്രം എനിക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയെന്നില്ല. അപ്പൊ ഡയറക്ടറെയും ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട്, സംവിധായകന്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായതുകൊണ്ട് ആ ക്യാരക്ടർ എനിക്ക് നന്നായി ചെയ്ത് പറ്റി. ആദിത്യ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട്. ഇപ്പൊ സ്റ്റിൽ അപ്പൂലാണ് ഇരിക്കുന്നത്. ഞാനത് പറഞ്ഞു വന്നത് അതല്ലേ ചോദിച്ചെന്റെ അടുത്ത്. ഞാൻ അപ്പൂലേക്ക് കുറെ പോയി. ഞാൻ ശരിക്കും അപ്പു ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഇതിലേക്ക് അന്നൊക്കെ കുറച്ച് നമുക്ക് കഥ പറയാനൊക്കെ കുറെ ഒരു വർക്കിന്റെ കാര്യത്തിന് വിളിച്ചപ്പം പെട്ടെന്ന് തുടങ്ങേണ്ട വർക്കിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ആ മാസം തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തുടങ്ങേണ്ട പ്രൊജക്റ്റ് ഒക്കെ എനിക്ക് വന്നു. എനിക്കത് ഓക്കെ പറയാൻ പറ്റുന്നില്ല. ഞാൻ എന്നപ്പം ഓക്കെ ഞാൻ ഇന്ന് ഓരോരോ കാരണം പറഞ്ഞിട്ട് ഞാൻ ഒരു റെസ്റ്റ് എടുക്കാൻ ഒരു ഗ്യാപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്ക് പറ്റുന്നില്ല മെന്റലി. ഞാൻ അപ്പൂരിൽ നിന്ന് പുറത്തേക്ക് വരാനൊരു തടസ്സം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ പതുക്കെ മാറണം. ഇത് എത്ര കാലം നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ പുറത്തു പോകുമ്പോൾ പ്രേക്ഷകർ അപ്പൂ എന്ന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് അപ്പൂ പക്ഷെ 3.5 വർഷമല്ലേ അതൊരു അത്രയും ത്രൂ ഔട്ട് മെയിൻ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും. കാരണം മൊത്തം അവിടെ എന്തിനും ഏതിനും അപ്പം ഉണ്ടാവും, പ്രശ്നത്തിനും എല്ലാത്തിനും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സാന്ദ്രത്തില് വീട്ടിലാണല്ലോ ഉണ്ടാവുക, വീട്ടിലേക്കാളും കൂടുതൽ. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. ശരിക്കും ആ ഒരു വീടും അതിന്റെ ഒരു മെയിൻ നിങ്ങളെ പോലെ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു അല്ലേ ആ വീട്, സാന്ത്വനം വീട്. സത്യം. ഈ ശരിക്കും ഈ സാന്ത്വനം സീരിയലിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം മറ്റുള്ള സീരിയൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മേക്കപ്പ് ആണെങ്കിലും വസ്ത്രധാരണ ആണെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്ന ആ ഒരു രീതിയാണെങ്കിലും ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ശരിക്കും നമ്മുടെ വീട്ടിലെ ദേവിയേച്ചിയും നമ്മുടെ വീട്ടിലെ ബാലേട്ടനും നമ്മുടെ വീട്ടിലെ അപ്പും എല്ലാം നമ്മുടെ വീട്ടിലെ ആൾക്കാർ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു അതെനിക്ക് ശരിക്കും എടുത്തു പറയാൻ തോന്നിയ ഒരു ക്വാളിറ്റി ആയിരുന്നു ആ സീരിയലിന്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ പല സീരിയൽസിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും അവർ മാറും, പിന്നെ വേറെ ആൾ വരും. അപ്പൊ നമുക്ക് അത് ഡൈജസ്റ്റ് ആവാൻ കുറെ ടൈം എടുക്കും. പക്ഷെ സാന്ത്വനത്തില് മെയിൻ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ ക്ലൈമാക്സ് വരെ നിന്നത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളൊരു ഫാമിലിയുടെ ഒരു സ്നേഹവും പിന്നെ നല്ലൊരു ടീമായിരുന്നല്ലോ. അത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, നല്ല സംവിധായകൻ, നല്ല പ്രൊഡ്യൂസർ, ഇവരൊക്കെയുള്ള ക്രൂ നമുക്ക് എങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റും. അതേപോലെ നല്ല ക്യാരക്ടർ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു കഥ. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് പ്ലസ് ആണുള്ളത്. നമുക്ക് ഇനിയും തുടർന്ന സന്തോഷം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. ഇത് കഴിയരുതെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അപ്പം നമുക്കത് പോകാനേ തോന്നൂല. പിന്നെ പ്രൊഡ്യൂസറിന് നിർബന്ധം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, പ്രൊഡ്യൂസറിനായാലും സംവിധായകനും നമ്മൾ സാധാരണക്കാരുടെ ലൈഫ് എങ്ങനെയുണ്ടാവുക, നമ്മളൊക്കെ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ. അല്ലെ നമ്മളെല്ലാവരും ഒരുപാട് മേക്കപ്പും ചെയ്ത് വലിയ ബനാറസ് സാരി ഇട്ട് നിൽക്കത്തില്ലല്ലോ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആവണം. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കാര്യം കൂടി അപ്പം തന്നെ ഇപ്പം പ്രൊഡ്യൂസർ ആയാലും സ്റ്റുഡിയോ പോയിട്ട് എല്ലാം നോക്കും. അപ്പം സെറ്റിൽ നോക്കും. ചിപ്പിച്ചേച്ചി ആയാലും ചിപ്പിച്ചേച്ചി ഭയങ്കര സിമ്പിളിൻ്റെ ആളാണ്. ചേച്ചീനെ കണ്ടിട്ട് നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം രഞ്ജിത് സാറായാലും ആദിത്യ സാറായാലും നമുക്ക് എന്തെങ്കിലും കൂടിയിട്ട് അത് വേണ്ട, ലിപ്സ്റ്റിക്കേ വേണ്ട, മറ്റേതേ വേണ്ട, വളരെ കുറയ്ക്കണം, അങ്ങനെയാണ്. അപ്പം നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. ഒരുപാട് മേക്കപ്പും ഓവർ ആക്കിയിരിക്കുന്നത് സ്വതവേ ഞങ്ങളെ ഈ ഒരു സെറ്റിലുള്ള ആൾക്കാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതാണ്, സിമ്പിൾ ആയിട്ട് നിൽക്കാറുള്ള. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളെ ക്യാരക്ടർ എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റി. അത് അതിൻ്റെ ഒരു വിജയമാണ്, വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മളെ ആ ഡ്രസ്സിലെ ഇതൊക്കെയാണ്. അപ്പൊ സാധാരണക്കാരുടെ ലൈഫിലേക്ക് ഈസി ആയിട്ട് നമുക്ക് പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും.
അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ്. അവര് രഞ്ജിത്ത് സാറും HP ചേച്ചിയൊക്കെ എന്ന് പറയുന്നത് അവരെ എല്ലാ പ്രൊജക്റ്റിലും അങ്ങനെയാണ്. അവർക്ക് ഓവർ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊന്നും വേണ്ട, ഓവർ വേഷം കിട്ടും താല്പര്യമില്ല, ആ കഥാപാത്രം ഏറ്റവും ആ വീടിനനുസരിച്ച് നിൽക്കണം എന്നാണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഞാൻ നമ്മുടെ അതിലെ ക്യാരക്ടേഴ്സ് പറയും, അപ്പം അവരെ കുറിച്ച് പെട്ടെന്ന് വരുന്ന ഒരു ഫണ്ണിയസ്റ്റ് മൊമെന്റോ അല്ലെങ്കിൽ ഒരു മെമ്മറി ഷെയർ ചെയ്യണം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ആണ് നമുക്ക് ചിപ്പി ചേച്ചിന്ന് തുടങ്ങാം. ചിപ്പി ചേച്ചി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. എന്താ പറയുക, ഒരു പ്രൊഡ്യൂസർ ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊന്നല്ല നമ്മളെ കാണുന്നത്. നമ്മളൊരു ചേച്ചി പോലെയാണ് ആൾ. ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മളെ കൂടെ എല്ലാത്തിനും നിൽക്കും. ഒരു നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ എല്ലാ തമാശകളും പറയും. നമ്മളെ വീട്ടിലെ സ്വന്തം ചേച്ചി എന്നൊക്കെയുള്ള രീതിയിലില്ല. നമുക്ക് അങ്ങനെ ഒരു അയ്യോ പ്രൊഡ്യൂസറാണ് അല്ലെ സീനിയർ ആർട്ടിസ്റ്റ് ആ ഒരു രീതിയിലേ അല്ല. ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, എനിക്ക് തോന്നുന്നു ദേവേച്ചിയും ബാലേട്ടനും മെയിൻ സാന്ത്വനം വീട് ഇങ്ങനെ കൊണ്ടുപോകുന്ന രണ്ടാൾക്കാരായിരുന്നു. അതെ അതെ, ചേച്ചി ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇത്ര വർക്ക് ചെയ്ത ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചിക്ക് ചേച്ചിൻ്റെതായിട്ടുള്ള നിലയിലൊക്കെ നിൽക്കുക. പക്ഷെ ചേച്ചി നമ്മളടുത്തേക്ക് തന്നെ ഭയങ്കര എനിക്കൊന്ന് പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ ചേച്ചിയാണ് എന്നെ ഫസ്റ്റ് വിളിച്ചത് ഇങ്ങോട്ട്. വേറെ ആരെങ്കിലും വിളിക്കും, നമ്മളല്ലേ വിളിക്കുക. ഹലോ ചേച്ചി, അങ്ങനെയാ ചേച്ചി വിളിച്ചിട്ട് ഹലോ രക്ഷ, ഞാൻ ാണ് അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഭയങ്കര സന്തോഷമായി, ചിപ്പി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ എത്തിന്ന് പറഞ്ഞു, അങ്ങനെ ഇങ്ങോട്ട് ഫസ്റ്റ് വിളിച്ചു. അങ്ങനത്തെ ഒക്കെ ഒരു മനസ്സ് ചേച്ചിയെ പോലെ ആൾക്കാർക്ക് പറ്റും തോന്നുന്നു. ഭയങ്കര നമുക്കൊരു സൂപ്പർ. അതൊക്കെ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. എങ്ങനെ സിമ്പിൾ ആവാൻ പറ്റും. സിമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓവർ ഇതൊന്നല്ല ആൾക്കാരിൽ കാണിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണുള്ളത് അത് നിൽക്കുക, അതിനനുസരിച്ചാണ്. നമ്മളല്ലാതെ ബിഫോർ നമ്മൾ എന്ത് ചെയ്ത് അതിനനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിൽക്കുക. ചിപ്പി ചേച്ചി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പൊങ്കാല എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിക്ക് പൊങ്കാലന്റെ ഒരു ട്രോളൊക്കെ വരുന്നുണ്ടായിരുന്നു. ചേച്ചി പൊങ്കാല ഫുള്ള് ചേച്ചി തന്നെയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, ഓരോന്ന് കാണുമ്പോൾ ചിപ്പി ചേച്ചിക്ക് അതിന്റെ ലിങ്ക് എടുത്ത് വാട്സപ്പിൽ അയക്കും. ചേച്ചി പറയും രക്ഷ കഴിഞ്ഞില്ലേ, ഇനിയുണ്ടോ, ഇനി ഈ ഫുൾ അയച്ച്. ചേച്ചീനെ കണ്ടിട്ട് ചിരിക്കുകയാണ് സംഭവം. എന്ത് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിനെ കുറിച്ച്. നല്ല ട്രോള്, നല്ല ട്രോൾസാ. പക്ഷെ പൊങ്കാല ചിപ്പി ചേച്ചി ഇല്ലെങ്കിൽ എന്ത് ചേച്ചി ഇല്ലേ, ആ ഒരു ഇതായിരുന്നു പൊങ്കാല. ചേച്ചിക്ക് അങ്ങനെ ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ വന്നിട്ട് ഓരോരോ ടൈമിലൊക്കെ പോകുന്നു. അതിന്റെ പ്രസാദമൊക്കെ നമുക്ക് ലൊക്കേഷനിൽ കൊണ്ടുതരാറുണ്ട്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യും, ചേച്ചി വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രസാദമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചേച്ചി നമുക്ക് കൊണ്ടുവരാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിപ്പി ചേച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തായാലും അടുത്ത പറയേണ്ടത് ബാലേട്ടനെ കുറിച്ച്. ബാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ബാലേട്ടൻ ശരിക്കും ആ ബാലേട്ടന്റെ ഒരു സീരിയസ്നെസ് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടർ മാറിക്കഴിയുമ്പോ എങ്ങനെയാ ബാലേട്ടൻ? ഒരിക്കലല്ല. ബാലേട്ടന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ചേട്ടൻ ഒരു സ്ഥലത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കുട്ടികളെ പോലെ ഭയങ്കര ലഹളം, എന്തെങ്കിലും പാട്ടൊക്കെ പാടി അല്ലെ എന്തെങ്കിലുമൊക്കെ കളിച്ചും കൊണ്ട് ആള് വരിക. അപ്പൊ നമ്മള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, കാരണം ഈ ഒരു ക്യാരക്ടറേ അല്ല ആള്. നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഇങ്ങനെ കൗണ്ടർ അടിക്കുക. പിന്നെ ആ ചേട്ടൻ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്ത് ഓരോന്ന് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഷോർട്ട് എന്ന് റെഡി എന്ന് പറഞ്ഞ ആക്ഷൻ പറയുമ്പോൾ ചേട്ടൻ ഭയങ്കര പെർഫെക്റ്റ് ആയി. നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് ദൈവമേ, കുറച്ച് മുമ്പേ ചേട്ടൻ പറഞ്ഞ തമാശകളൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക പെട്ടെന്ന്. പക്ഷെ അങ്ങനെയാണ് ആൾ എന്ത് തമാശ കളിച്ചാൽ ഷോർട്ടിൻ്റെ ഇടയിൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ നല്ലൊരു നമുക്ക് ടൈം നമ്മളൊരു ലൊക്കേഷൻ ഇളക്കുണ്ടാവുന്ന ഒരാൾ. അതെ അതെ, ഭയങ്കര തമാശയായാലും ഫുള്ളും തമാശ. ചേച്ചിയൊക്കെ ഒരു ദിവസം ചിരിച്ചിട്ട് ചേച്ചിക്ക് എന്തോ നിൽക്കാതെ എന്തോ ചുമയാണോ എന്തോ വന്ന് ചിരിച്ച് പറ്റുന്നില്ല, ആ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ചിരി നിർത്തുന്നില്ല, പിന്നെ പറ്റുന്നില്ല. ചേച്ചി പറഞ്ഞു ഈശ്വര ഞാൻ ഇനി മാറി നിൽക്കട്ടെ, ഇനിയും അങ്ങനെ പിന്നെ എന്തോ തമാശ പറഞ്ഞപ്പോൾ ഇനി ഇവിടെ നിന്നാ അന്നത്തെ പോലത്തെ എന്നെ സംഭവിക്കുന്നതാണ് ചേച്ചി എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയും ഒരു തമാശയായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണ് ഡയറക്ടർ പോലും. ഡയറക്ടർ പിന്നെ ചില സമയത്ത് ഡയറക്ടർ ഷോട്ട് റെഡി ആകുമ്പോൾ പക്ഷെ ഒന്നും പറയാൻ തോന്നൂല. സാറോട് തന്നെ ചിരിച്ചു ചില സമയങ്ങളിൽ ചേട്ടന്റെ കളി കണ്ടിട്ട്. ഒരു ഓളം ഉണ്ടാവും ചേട്ടൻ ഉണ്ടായാലും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആള്. ഈ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം ആളുടെ അപ്രതീക്ഷിതമായ മരണം, എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് സാന്ത്വനത്തിന് ബാധിച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, ഒന്നും പിന്നീടുള്ള എപ്പിസോഡ്സിലാണെങ്കിലും എന്തോ ഒരു മിസ്സിങ് കുറച്ച് നാളുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, അതൊരിക്കലും പോകും. ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ആദിത്യ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ എങ്ങനെ ചെറിയ വാക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾക്കൊക്കെ ഒരു ലൈഫ് അല്ലെ ഓരോ ക്യാരക്ടറിന് ലൈഫ് തന്നത് സാറാണ്. കാരണം
അതേപോലെ തന്നെ ലാസ്റ്റ് സമയങ്ങളിൽ എനിക്കും സാറിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ, കാരണം സാറ് മരിക്കുന്നതിൻ്റെ തലേദിവസം സാർക്ക് ഇങ്ങനെ മെസ്സേജ് വന്നതാണ്, 2 അവാർഡ് ഉണ്ട്, ആദ്യത്തെ സാറിനും പിന്നെ രക്ഷയ്ക്ക്. അപ്പോൾ സാറാണ് അത് അനൗൺസ് ചെയ്ത് പറഞ്ഞു, രക്ഷ കോഴിക്കോട് വെച്ചിട്ടാണ് അവാർഡ്, ഞാൻ വരും, നമുക്ക് ഷെഡ്യൂൾ ബ്രേക്ക് ടൈമിലാണ് എന്ന് പറഞ്ഞ് സാർ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിച്ചു. അതാണ് എനിക്ക് സാറ് ഏറ്റവും ഹാപ്പി ആയിട്ട് നിന്ന ആ ഒരു ഫേസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തലേദിവസമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വാങ്ങിക്കാമല്ലോ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സാറിൻ്റെ കൂടെ എനിക്കും ഒരുമിച്ച് വാങ്ങിക്കാമല്ലോ അവാർഡ് എന്ന് പറഞ്ഞത്. നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ് സംഭവിച്ചത്. നമുക്ക് ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം എനിക്കങ്ങനെ കാരണം തലേന്ന് ടാറ്റ പറഞ്ഞു പോയതാണ്, നാളെ കാണാൻ രക്ഷ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഡ്യൂൾ ബ്രേക്ക്, എനിക്ക് ഒരു ദിവസം എന്തോ ഇനാഗ്രേഷൻ്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സാറോട് ചോദിച്ചു, സാറ് 2 ദിവസത്തോടെ ഷൂട്ടാകുമ്പോൾ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, എന്ത് ചെയ്യും? അപ്പം തീർന്നിട്ടില്ലായിരുന്നു, ഇനിയും കുറച്ച് ഭാഗമുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ പോയി, ഗോപികൊക്കെ പോയി, അവർക്ക് ഷൂട്ട് കഴിഞ്ഞു, അവർക്കൊക്കെ കഴിഞ്ഞു. അപ്പം എനിക്കേ ഉള്ളുമായിരുന്നു. സാറ് പറഞ്ഞു, രക്ഷ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം തീർന്നിട്ടില്ല, നമുക്ക് നാളെ തീർക്കാൻ ട്രൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞു, ഒന്നും നോക്കേണ്ട, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, നമുക്ക് ശരിയാക്കാം മോളേന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സാറ് കാറ് കയറിയത്. അത് പിന്നെ ഞാൻ ഈ വാർത്തയാണ് അറിയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഫാമിലിയിലായാലും എന്തെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവരായാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ഇവർക്ക് വയ്യാണ്ടാണ് ഇവർക്ക് സംഭവിച്ചെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്കത് ആ ഒരു സങ്കടങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഇങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, എല്ലാവരും വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലക്ക് വേട്ട മട്ടിലായിരുന്നു. കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നാണ് അതിലൂടെ മനസ്സിലായത്. നമ്മൾ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നാളെ ഉണ്ടാവുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ, പക്ഷെ അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് അതൊരു ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മെൻ്റലി ഓക്കെ, ഇതെല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്, ഇത് നമുക്ക് ഓവർകം സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ കരച്ചിലൊക്കെ ആവാം, എന്ത് സങ്കടങ്ങൾ അറിയാം, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നന്നായി പോകണം എന്നാണ്. കാരണം ഈ ഒരു ദിവസം നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം നാളെ ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ എത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന ഒരു മരണമായിരുന്നു ആദിത്യ സാറിൻ്റെ. അപ്പം എൻ്റെ ഗുരു, എന്താ പറയുക, സാറ് ഈ ഒരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡയറക്ടർ, മുമ്പേ ഹിറ്റ് മേക്കർ ആയിരുന്നു സാറ്. ആ സാറ് ഞാൻ കുറേ ഡൗട്ട്സ്, എനിക്ക് ഭയങ്കര ഇതായിരുന്നു കഥ കേട്ടപ്പോൾ, ഇതെങ്ങനെയാ വരും, അത് അങ്ങനെ മോഡേൺ ആവും അങ്ങനെയുള്ള. അപ്പം ഞാൻ സാറോട് ചോദിക്കുമ്പോൾ സാർ എങ്ങനെയാണെന്ന് മുമ്പേ എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊന്നല്ല ഞാൻ അറിയുന്നത്. കാരണം ഞാൻ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പേ സിനിമയായിരുന്നു ചെയ്തത്. പിന്നെ സീരിയലിലേക്ക് വന്നപ്പോൾ എനിക്ക് രണ്ടാമത്തെ സീരിയൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, നമ്മളെ ക്യാരക്ടർ എങ്ങനെയാവും എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഹിറ്റ് മേക്കറാണ് ആൾ ഇത്രയും ക്ഷമയോടെ രീതിയിൽ എനിക്കൊന്നും ഒരു 45 മിനിറ്റോളം സംസാരിച്ച് സാർ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കഥാപാത്രം എങ്ങനെയാണ്, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് സാറിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുക. വേറെ ആണെങ്കിൽ ഓക്കെ കുറച്ച് കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അത്രയും നിങ്ങൾ എന്നെ ചെയ്യണമെന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അത്രയും സിമ്പിളായിട്ട് നിന്നൊരു ഡയറക്ടറാണ്. പിന്നെ നല്ലൊരു ഗുരു. കാരണം ആസ്വദിക്കുന്ന ഒരു സീൻ എടുക്കുമ്പോൾ സാറിങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ നമ്മൾ തന്നെ സാറ് അയ്യോ ഭയങ്കര ഹാർഡ് വർക്കറാണ്, ആളിങ്ങനെ ആസ്വദിക്കും. ചിരിയാണെങ്കിൽ ഒരു ഫാമിലി സീൻ ആണെങ്കിൽ അതിങ്ങനെ ലയിച്ച് കട്ട് പറയാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അത്രത്തോളം ഒരു വർക്കിനോട് ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സാറിലൂടെ. എൻ്റെ ഗുരു. ഒരിക്കലും എനിക്ക് എന്ത് പ്രൊജക്റ്റ് ചെയ്താലും ഈ ഒരു ആദിത്യ സാർ എന്ന് പറയുന്നത് എനിക്കൊരു റീച്ച് തന്ന ഒരു സാറാണ്. ആ സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനിപ്പം എന്തായാലും ഇനി നാളത്തേക്ക് ഇനിയിപ്പം വേറെ നമുക്ക് ഇതിനേക്കാട്ട് ബെറ്റർ കിട്ടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ല ഇതിലെല്ലെങ്കിലും നെക്സ്റ്റ് പ്രൊജക്റ്റ് കിട്ടാം. പക്ഷെ ആദിത്യ സാറ് എൻ്റെ ബെസ്റ്റ് ഗുരുവായിരുന്നു. ആ സാറ് അത് ഒരിക്കലും പോവില്ല. അല്ല ഒന്നും കൂടുതൽ പറയാൻ പറ്റത്തില്ല, ഇനി ഇഷ്ടംപോലെ പറയാനുണ്ട്. ഓക്കെ ഫൈൻ. പക്ഷെ എനിക്ക് തോന്നുന്നു വാക്കുകളിൽ നിന്ന് മനസ്സിലാവും ആ ഒരു മിസ്സിങ് സ്റ്റിൽ അല്ലേ. ഓക്കെ, അടുത്തത് ഇപ്പോൾ അപ്പുവിനെ കുറിച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ അപ്പു സ്ക്രീനിലുണ്ടെങ്കിൽ അപ്പുയുടെ പേരും ആ സ്ക്രീനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹരിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ പറയുന്ന ആള് അംഗീകരിക്കുന്ന വരില്ല, എപ്പോഴും ടോം ആൻഡ് ജെറി ആയിരുന്നു. ടോം ആൻഡ് ജെറി എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു
തമാശ കൂടുതൽ നമുക്ക് നോക്കുമ്പോൾ ചിരി, ചില സമയങ്ങളിൽ ആൾക്കാർക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കളയും. ഞാൻ പറയുന്ന ആൾ വന്നിട്ട് അവർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തു. അരി എപ്പോഴും ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ദേവിയെടുത്തി ബാലേട്ടൻ അത് നീ ഇങ്ങനെ, അപ്പൊ ഒരു കുസൃതിയായിട്ടാണ് പറയുന്നത്. ഒരു കുട്ടികളെ എങ്ങനെയാണ് അത് മെയിൻ, അതുപോലെയാണ് ഹരിയുടെ അത്. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഗിരീഷ് ഏട്ടൻ. കാരണം ആൾ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. കാരണം നമ്മളൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഷോട്ടിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നല്ല രസം ഉണ്ടോ കേട്ടോ, ഇതിങ്ങനെ ഇട്ടോ, അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പരസ്പരം ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എൻ്റെ ഗിരീഷ് ഏട്ടൻ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അപ്പുവിന്റെ ഹരിയുടെ ആ ഒരു ഇതില്ല കോംബോ, നമ്മുടെ ശിവാഞ്ജലിയുടെ വരുന്ന പോലെ അപ്പുടെയും ഹരിയുടെയും കുറെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള പേജ് സാന്ത്വനത്തിനായിരുന്നു. അയ്യോ, കാരണം ഓരോ വ്യക്തിക്കും ഫാൻസ് ഉണ്ട്, ഓരോ വ്യക്തിക്കും വീഡിയോസ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മൽ മാറിയാൽ തന്നെ അവർ മനസ്സിലാക്കും. നോട്ടീസ് ചെയ്യും. അത്രയും അവർ മൈന്യൂട്ടുള്ള കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്ത് അത് എഡിറ്റ്സ് ഒക്കെ ആക്കി വീഡിയോ ഒക്കെ ആക്കിയിട്ട് തമാശയായാലും ട്രോളായാലും അയ്യോ ഒന്നും പറയണ്ട, അത്രത്തോളം സാധനത്തിന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ. പിന്നെ ഗിരീഷ് ഏട്ടൻ, എനിക്ക് ലാസ്റ്റിലേക്ക് ഗിരീഷ് ഏട്ടൻ്റെ സീനൊക്കെ വരുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു. നമുക്ക് നല്ല രസമാണല്ലോ സീൻ വായിക്കുമ്പോൾ തന്നെ, ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് ഫ്രീഡം തരും. ഫസ്റ്റ് ഒക്കെ നമ്മളെ ക്യാരക്ടർ എന്താണെന്ന് സാറിന്റെ ഒരു ഇതിൽ ഇങ്ങനെയാണ് ഈ അപ്പു, ഹരിയാണ് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വരും. അപ്പൊ നമുക്കത് പറഞ്ഞു തന്ന് നമ്മളതൊരു ആക്കിയെടുത്തു. ഒരു ടൈം വരെ സാറാണ് എല്ലാ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്, അതിലേക്ക് അപ്പുറത്തും പോരുത് ഇങ്ങനെയും പോരുത് എന്നുള്ളത്. പിന്നെ സാറ് നമ്മളിതിൽ ഇടപെടാറില്ല. സാറ് സീൻ വായിച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് വിട്ടുതരും. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം നമുക്ക് ഒരു കാര്യം പറഞ്ഞത് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടുവ് കയറി വരാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം സാറ് പറഞ്ഞുതരും. അത് അത്ര കുറച്ചുകൂടെ കുറയ്ക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാ എന്ന് പറയുമ്പോൾ, അല്ല സാർ ഒരിക്കലും അത് വന്നിട്ട് നമ്മൾ നടുവിൽ വന്നിട്ടില്ല. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡയറക്ടർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കോംബോ നമുക്ക് ഹാപ്പി ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ അടുത്തൊരു ഹിറ്റ് കോംബോ ആണ് ശിവാഞ്ജലി. അപ്പോ നമുക്ക് അഞ്ജലിനെ കുറിച്ച് പറയണോ ശിവനെ കുറിച്ച് പറയണോ? ഒരു ബെസ്റ്റ് മെമ്മറി. ഓക്കെ, അഞ്ജലിയും തുടങ്ങാം. അഞ്ജലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, അവള് ഭയങ്കര കുസൃതിയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ പരിപാടി എന്ന് പറയുന്നത് ഇവരെ ഇപ്പം സജിൻ ചേട്ടൻ, അച്ചു, ഇവരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തമാശ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ഇവർ രണ്ടുപേരും ഓവറായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കളിയെ കണ്ടിട്ട് എങ്ങനെ അവര് നമ്മളെ ചൊറിയും, നമ്മൾ തിരിച്ചങ്ങോട്ടും അത് നമ്മൾ വീഡിയോ എടുക്കും. ഇതൊക്കെയാണ് ഞങ്ങളെ പരിപാടി. ഇവരെന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ അറിയാതെ വീഡിയോ എടുക്കുക, അത് വെച്ചിട്ട് പറയുന്നത് എങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞങ്ങള് ഒരുമിച്ചുള്ള ഒരു ഭയങ്കര നല്ല വൈബാണ്. അവിടെയൊക്കെ സെറ്റില് വന്നിട്ട് അതാണ് ഭയങ്കര ഒരു കുസൃതി എന്നൊക്കെ പറയാ. എങ്ങനെയാന്ന് പറയാ, ഒരു പേരിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അഞ്ജലിന്റെ കുറെ കാര്യങ്ങൾ അവൾക്കുണ്ട്, കുറച്ച് കാര്യങ്ങൾ അവളെ ക്യാരക്ടറിലും ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ തമാശ ഫണ്ണി ആയിട്ട് നിൽക്കും, അതിനൊക്കെ ഒരുമിച്ച് നിന്നിട്ട് തിരിച്ചൊരു ഇതിൽ കൊടുക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ശിവൻ, കണ്ണൻ, ഇവരുടെ ആണ് നമ്മൾ നിൽക്കുക. അവരാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യും. തമാശയായിട്ടോ മൊത്തം പോകുന്ന അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഒരു പോയിന്റിൽ പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ അഞ്ജലിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മള് ശരിക്കും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ് അവരുടെ എൻഗേജ്മെന്റും മാരേജും ഒക്കെ. ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം രാവും പകലും ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായതുകൊണ്ട് നേരത്തെ അറിയായിരുന്നില്ലേ? ഇനിയിപ്പം പറയാലോ, അറിയായിരുന്നു. അവള് അതിനു മുമ്പേ നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യമൊക്കെ. പക്ഷെ അതൊരു ഒഫീഷ്യലായിട്ട് ആയില്ലായിരുന്നു. അപ്പൊ നമ്മള് എപ്പോഴും കാണുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ നമ്മൾ എന്തായാലും അറിയും, നമ്മളടുത്ത് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ കാരണം അതൊരു പുറത്തേക്ക് പോകരുത് എന്നുള്ളത് ശ്രദ്ധയുണ്ടായതുകൊണ്ട് നമ്മളത് മറന്നു കളഞ്ഞു. ഇനി അത് അവരായിട്ട് ഒഫീഷ്യലായിട്ട് എങ്ങനെയാണോ എപ്പോഴാണോ പറയുന്നത് പറയട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അത് മറച്ചു വെച്ചു. എങ്ങനെയാ ഒന്ന് പറഞ്ഞേ, ഇപ്പം GP ആയിട്ട് മാരേജ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രപ്പോസൽ വന്നു, എങ്ങനെയായിരുന്നു ആള് വന്ന് പറഞ്ഞേ? അങ്ങനെയില്ല, നമ്മള് ചുമ്മാ ഇടയ്ക്ക് വന്നിട്ട് ഞാനും ചിപ്പി ചേച്ചിയൊക്കെ വന്നിട്ട് ചുമ്മാ ഇങ്ങോട്ട് ചിപ്പി ചേച്ചിയൊക്കെ പറയും, ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട്, നല്ലൊരു ഡോക്ടറാണ്, മറ്റേ ആളാണ്, ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ട്, ആലോചന വന്നിട്ടുണ്ട്, നോക്കിയാലെന്നൊക്കെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ചേച്ചി ഒരു ദിവസം അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആള് ഇങ്ങനൊരു വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇതാണ് ആള് എന്ന് പറഞ്ഞു.
പക്ഷെ അതിന് നമ്മളൊരു ഓക്കെ പറഞ്ഞോ അല്ലെ അത് മുന്നോട്ട് പോകാന്നുള്ളതൊന്നും ഉറപ്പിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ബാക്കി മുന്നോട്ട് എങ്ങനെ പോകുന്നു കുറച്ച് നോക്കിയിട്ട് എന്താ നോക്കാം, ഇപ്പം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നോക്കൂ ആ രീതിയിലാണ്. അപ്പൊ ഞങ്ങള് അതുകൊണ്ട് ഞങ്ങക്ക് അറിയായിരുന്നു, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പൊ പറയുന്നുള്ളതാണ്, കാരണം അവര് ഭയങ്കര ഹൈഡ് ചെയ്ത് സീക്രട്ട് ആയിട്ട് വെച്ചു. പിന്നെ ഒരു ബോംബ് പോലെ പൊട്ടിത്തരും. ആ പൊട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഇല്ല, ആൾക്കാരിൽ മാറിയിട്ടില്ല. ആൾക്കാർ ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളതാണ്. ഇപ്പം നമ്മള് സെറ്റിൽ ഒരു ഫാമിലി പോലെയാണല്ലോ. നമ്മളിപ്പോ ഒരാള് ഇത് ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഒരു കാര്യം നിൽക്കുകയാണ്, സീക്രട്ട് ആയിട്ട് നിൽക്കണം എന്നൊരു കാര്യം പറയുമ്പോൾ അത് ചിലപ്പം പറയാൻ പറ്റില്ല മുന്നോട്ട് എങ്ങനെ പോകുന്നു. അത് അപ്പൊ അവരങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ സപ്പോർട്ടീവായിട്ട് ഓക്കെ അത് ഓക്കെ, നിനക്ക് എപ്പോഴാണ് അത് ഓക്കെ ആകുന്നതെല്ലാം ഉറപ്പിക്കുകയാണെങ്കിൽ അത് അപ്പം അറിയിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കൂടെ നിന്നുള്ളൂ. നമ്മൾ വേറൊരു കാര്യം കേട്ടായിരുന്നു, എന്തോ എൻഗേജ്മെന്റിന് അപ്പു പോയില്ല. അതെന്താ വെച്ചാൽ സാറ് മരിച്ചിട്ട് അത്ര ആയിട്ടുള്ളൂ, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ എൻഗേജ്മെന്റ് വരുന്നത്. അന്ന് എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ മുമ്പേ അത് ഏറ്റുപോയത് കൊണ്ട് എനിക്ക് ഒട്ടും മെന്റലി ഞാൻ ഓക്കെ അല്ലായിരുന്നു പോവാൻ. അപ്പം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇവര് അവരുടേതായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്താണ്, വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് അതും പിന്നെ സാറിൻ്റെ ഇതും ആയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഗോപിക എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് ഉദ്ഘാടനത്തിൻ്റെ. അപ്പോൾ അവൾക്കത് മനസ്സിലാവായിരുന്നു. ഞാൻ ടൈം ഉണ്ടെങ്കിൽ വരാം, കാരണം രാവിലെ ആയിരുന്നു, ഒരു 11 മണിക്കായിരുന്നു ഒരു പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ മെന്റലി ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അതാണ് സംഭവം, അല്ലാതെ ഒഴിവാക്കിയൊന്നല്ല. ഓക്കെ ഫൈൻ. അപ്പം അഞ്ജലിനെ കുറിച്ച് പറയുമ്പോൾ ശിവേട്ടൻ നിങ്ങള് ആൾക്ക് കംഫർട്ടബിൾ ആയ സ്ഥലത്ത് ആള് വേറൊരു ഇതാണ്. ശിവേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ്. നമ്മളെ ചിരിപ്പിക്കാനും നമ്മൾ ചിരിക്കുന്ന രീതിയിലായിരിക്കും ആളുടെ ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോ ആയിരിക്കും പേടിപ്പിക്കുക. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക, ആളവിടെ നിന്ന് എന്തെങ്കിലും കഥ പറയുമോ അല്ലെങ്കിൽ അച്ചുവായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ റൂം നമുക്ക് അറിയാലോ. ഈ റൂമിലും അഞ്ജലിയുടെയും ഹരിയുടെയും ഹരിയുടെ റൂം ഓപ്പോസിറ്റ് ആണ്. ആ ഒരു വീടിന്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ ഈ റൂം നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. അവരവിടെ ഇരിക്കുമ്പോൾ അവര് സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞങ്ങൾ ഓക്കെ അത് നമ്മൾ ജസ്റ്റ് നോക്കിയല്ലോ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ നോക്കി പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് പുറകുന്ന് വന്നിട്ട് അല്ലെങ്കിൽ ജനലിന്റെ അപ്പുറത്ത് വന്നിട്ട് പേടിപ്പിക്കും, ലഹള ഉണ്ടാക്കും. ഞങ്ങൾ ദൈവമേ ഒരു പ്രാവശ്യം ഞെട്ടു. പിന്നെ നമ്മള് ഇത് ഞെട്ടൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ശീലായി. എനിക്കായാലും ഗോപികയ്ക്കായാലും അപ്സരയ്ക്കായാലും ജയന്തി. പിന്നെ ഞങ്ങൾ പറയും ഈശ്വര അറ്റാക്ക് വരുമായിരിക്കും, കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ആളങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ അച്ചുവായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്യും തമാശയായിട്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരെപ്പോഴും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അപ്പം ഞങ്ങൾ ഇവരെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചുമ്മാ നോക്കും, രണ്ടുപേരും ഇങ്ങനെ ഓവറാക്കുന്നത്. അപ്പം ഞങ്ങളെ കാണിക്കുക, അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തമാശ കളിക്കും, ഓവറാക്കും ഭയങ്കര ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് പറഞ്ഞു മനസ്സിലല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ആളുടെ ഒരു ഭയങ്കര ചിരിച്ച് ഒരു വിധാവും ഞങ്ങൾ അവരുടെ ഒരു കോംബോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് നമ്മളെ അങ്ങനത്തെ ഒരാളാണ്. വേറൊരാള് ശിവൻ പറയുന്നത് അതെനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആയിട്ടുള്ള എടുത്ത ആൾക്കാരാണെങ്കിൽ മാത്രമേ ആളുടെ വേറൊരു രൂപങ്ങൾ കാണാൻ പറ്റും, മാറ്റങ്ങൾ കാണാൻ പറ്റും. എല്ലാവരുടെ അടുത്തും പറഞ്ഞത് മനസ്സിലല്ല. ഞങ്ങളത് പറയും, ഞങ്ങൾ വീഡിയോസ് എടുത്ത് എല്ലാം പുറത്ത് കഴിയും, ബ്ലാക്ക്മെയിൽ. അതെ. നെക്സ്റ്റ് അച്ചു. എനിക്ക് അച്ചു കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞപ്പം കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. പഴയ ദിലീപേട്ടനെ പോലെയുണ്ട്, ഒരു എന്താ പറയാ മാനറിസം കാര്യങ്ങളൊക്കെ ഞാനും ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവനത് അത്ര ഇഷ്ടം എന്ന് വെച്ചാല് ആള് ദിലീപേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു സ്റ്റാർ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്താ സംഭവിച്ച ആൾക്ക് ആളുടെ ഒരു ഐഡന്റിറ്റി. അതെ, പിന്നെ അതുപോലെ തന്നെ പറയാൻ മാത്രം അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ട് ഒരു സംശയമുണ്ട്. അതുപോലെ അത്രയും പറയാൻ മാത്രം ഇല്ലല്ലോ, അങ്ങനെ ഇങ്ങനെ ലുക്ക്. അപ്പൊ ലുക്ക് എന്ന് പറയുമ്പോ അത് വേണം, അങ്ങനത്തെ രീതിയിൽ ആളെടുക്കുക. അങ്ങനെ എല്ലാവരും അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു അങ്ങനെ ആളെടുക്കുക. പിന്നെ ആള് ഭയങ്കര അച്ചുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര കുട്ടി, നമ്മളെടുത്ത് വന്നിട്ട് ഒരു അനിയൻ, ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു അനിയൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അതുപോലെയാണ് ആള് നമ്മുടെ അടുത്ത് വന്ന് തമാശ പറയുക, ഓരോരോ ബാഗ് പിടിച്ച് വലിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് അങ്ങനെ നമ്മുടെ അടുത്താവുമ്പോ അവന് വെറും ആ ഒരു മെച്ചുവേർഡ് ആയുള്ള നിന്ന് ഒരു കുട്ടിയായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആളും.
അതുകൊണ്ടാണ് മറ്റേ രണ്ടുപേരും ഏകദേശം ഒരു വൈബ് ഉണ്ട്, എന്തെങ്കിലും തമാശ കളിക്കാനൊക്കെ. അപ്പൊ ഇവരൊക്കെ നമുക്ക് ഭയങ്കര ചിരിയായിട്ടുള്ള കുറെ ഓർമ്മകളാണ്, തമാശയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അടുത്തത് ജയന്തി, അപ്സര ചേച്ചിയുടെ ക്യാരക്ടർ. ഇപ്പൊ ആള് ബിഗ് ബോസിലും കൂടി പോയിട്ടുണ്ട്, കാണാറുണ്ടോ? ഞാൻ എനിക്ക് 2 ദിവസം ട്രാവലിംഗ് കാര്യങ്ങളായപ്പോൾ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അവള് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പോകണം. കഴിഞ്ഞ വർഷം അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസ് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ആഗ്രഹിച്ചിട്ട് നമുക്കൊരു ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിയെന്ന് പറയില്ല, ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവള് പോകുന്നതിന് മുമ്പേ നമ്മളടുത്ത് പറഞ്ഞിരുന്നു, കാരണം ഇത് സീക്രട്ട് ആയിട്ട് വെക്കുന്ന കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവള് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എനിക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അവളൊരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടാണ്. അവളൊരു പാവാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാരും ഞാൻ കാണാറുണ്ട് പുലിയാ നമ്മുടെ ജയന്തി, അതേപോലെ തന്നെ നല്ല പുലിയായിട്ട്. ആള് ഭയങ്കര സിമ്പിൾ ആണ് ആള്, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ലൊക്കേഷനിലായാലും പെട്ടെന്ന് ഫീൽ ചെയ്യും, പെട്ടെന്ന് അങ്ങനെയാണ് എല്ലാം. അങ്ങനെ അനുസരിച്ചുള്ള ഭയങ്കര ആത്മാർത്ഥ ഒരു ഫീൽ തോന്നില്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും അങ്ങനെ ഒരു കാണിക്കുന്ന ഒരാളാണ് ജയന്തി എന്ന് പറഞ്ഞാൽ. നമുക്ക് പിന്നെ എന്ത് കൊടുക്കുന്നു, നമുക്ക് ഫുഡ്, നമ്മളെ സാധനങ്ങൾ എന്തെങ്കിലും അവൾ കഴിക്കാൻ കൊണ്ടുവരും, ഷെയർ ചെയ്യും. കഴിക്കാൻ എന്തെങ്കിലും അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അവൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ ലൊക്കേഷനിൽ കൊണ്ടുവരുമ്പോൾ അവള് നമ്മൾ കഴിച്ചിട്ട് ആ രീതിയിലാണ് നമ്മളെ ഫുഡൊക്കെ ആയാലും നമുക്ക് തരുന്നതായാലും അങ്ങനത്തെ എന്തായാലും എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ അതൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നല്ല തമാശയായിട്ടുള്ള ഒരു കുട്ടിയുടെ ഭയങ്കര ഒരു വൈബാണ്. ഇവരൊക്കെ എല്ലാവരും കൂടെ വരുമ്പോൾ നമ്മളെ സെറ്റൊക്കെ ഒരു ഓളം ഉണ്ടാവും. ശരി, ഫൈനൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ പ്ലേ ചെയ്ത സാന്ത്വനം വീടും, അവിടുത്തെ ഒരു മെമ്മറി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്, ആ വീട്ടിൽ ഏത് സ്പോട്ടിൽ പോയിരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരും ഈവനിങ് ടൈം വീടിന്റെ ഉമ്മറത്തില്ലേ അവിടെ ഇരിക്കും. ആ സമയത്ത് എല്ലാവരും കൂടെ വട്ടത്തിലിരിക്കും. ചേച്ചി, രാജീവേട്ട, എല്ലാവരും നമ്മളെ ആർട്ടിസ്റ്റ് എല്ലാവരും ഇരുന്നിട്ട് അവിടെ നടക്കുന്ന ഓരോരോ തമാശകളും കാര്യങ്ങളും ചർച്ച ചെയ്യലും ചിരിയും കളിയും. ചില സമയത്ത് സൗണ്ട് കൂടെ അയ്യോ ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ. ചില സമയത്ത് അവർക്ക് ഓരോ ആൾക്കാർക്ക് ക്ലോസ് എടുക്കുന്ന സമയത്തൊക്കെ വന്നാൽ അത് കഴിഞ്ഞ് നേരെ വട്ടത്തിലിരിക്കുക. പിന്നെ ചായ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും, ചേച്ചി കഴിക്കുന്നത് നമുക്ക് ഷെയർ ചെയ്യും. നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനത്തെ ഒരു നല്ലൊരു മെമ്മറീസ് കിട്ടിയത് ഉമ്മർത്തിരിക്കുക ഈവനിങ് ടൈം. പിന്നെ നമ്മൾ ഫുഡ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഫുഡ് കഴിക്കുന്ന സീനോ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പം നമ്മൾ അതിന് മെമ്മറീസ് പറയുകയാണെങ്കിൽ എന്താ അറിയോ, നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല സീരിയലിൽ. എല്ലാവരും കൂടെ ഒരുമിച്ച് സെർവ് ചെയ്ത് കഴിക്കുന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 2 പേരായിരിക്കും കഴിക്കുന്നുണ്ടാവുക, എല്ലാവരും കഴിക്കണമെന്നില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, മറ്റുള്ള ടെക്നീഷ്യന്മാർ ഇവരൊക്കെ എന്ത് വിചാരിക്കും നോക്കാറില്ല. നമ്മൾ കട്ട് പറഞ്ഞാലും ഇവര് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് എല്ലാവരും കൂടെ കഴിക്കുക, വാരി വലിച്ച് കഴിക്കുക. നമുക്ക് അങ്ങനെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളൊന്നും നോക്കാറില്ല. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇതിനോട് ഭയങ്കര ആരുടെ പ്ലേറ്റ് ആണെന്ന് നോക്കത്തില്ല, എല്ലാം ഫുൾ തീർക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അവിടെ ഒരു അയ്യോ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ള ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. അവർ വിചാരിക്കും ഒന്ന് പോയി, ഇനി ഈ ഫുഡിന്റെ സീൻ വരുമ്പോൾ സാറ് പറയും മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സംഭവമൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ആ കട്ട് കഴിഞ്ഞ് ക്ലോസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് കഴിക്കാവും. അത് എടുത്ത് പറയും, അവർക്കറിയാം ഞങ്ങൾ ഉള്ളിൽ കൂടെ എടുത്ത് കഴിക്കും സാധ്യത ഉണ്ട്. അതെ അതെ. പിന്നെ സീനിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉമ്മർത്തിരിക്കുന്ന സീനൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇവരെ വെയിറ്റ് ചെയ്യുന്നു, ഹരീനെയും ശിവനും ബാലേട്ടനൊക്കെ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. എല്ലാവരും ഇരുന്നിട്ട് എന്നിട്ട് ഒന്നിരുന്നിട്ട് കഥ പറയുന്നതും അച്ഛൻ്റെ തമാശകൾ, ഈ ഒരു സീൻ ഒരു പ്രത്യേക വൈബാണ്. ആ ഒരു ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെയൊക്കെയാണ്. ശരി, നമ്മൾ കുറെ സാന്ത്വനത്തിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. നമുക്കൊരു ചെറിയൊരു ഗെയിം സെഗ്മെന്റ് ഉണ്ട്. എന്താണോ? ഈസി ഗെയിം ആണ്. അടുത്തോ? ഓക്കെ, ഇത് ലെറ്റർ ചാലഞ്ച് ആണ്. ഞാനൊരു ലെറ്റർ തരും മലയാളത്തിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ലെറ്റർ വെച്ചിട്ട് ആൻസർ തരും. ഏത് കൊടുക്കണം? ഈസിയുള്ള കൊടുക്കാം അല്ലേ? ഓക്കെ, എന്താ കഴിച്ചേ? പപ്പടം. ഓക്കെ, ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതാണോ റെഡിമെയ്ഡ് വാങ്ങിയതാണോ? പർച്ചേസ് ചെയ്തതാ. പർച്ചേസ് ചെയ്തതാ. ഓക്കെ, ഹെയർ സ്റ്റൈൽ എപ്പോഴും ഇങ്ങനെ അഴിച്ചാണ് ഇടാറ്? പാറി കിടക്കുന്നുണ്ടല്ലേ ഹെയർ സ്റ്റൈൽ, പാറിയിട്ട് എപ്പോഴും ഉണ്ടാവാറ്. ഓക്കെ, അമ്മ എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? ഈ മുടിയുടെ രഹസ്യം എന്താ? പച്ച വെളിച്ചെണ്ണ. ഓക്കെ, സൂപ്പർ. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? പച്ചമഞ്ഞൾ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പച്ചമഞ്ഞൾ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകി കളറാണ്. അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. ഓക്കെ, മതിയോ? ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം?
പച്ചവെള്ളം കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ പെട്രോൾ ഓടിക്കാറ്. അല്ല പാവിച്ചിട്ട് എന്ത്. ഇഷ്ടപ്പെട്ട നടനാരാ? പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ ഫേവറേറ്റ് മൂവി ഏതാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഏതായിരുന്നു? കൊറേ അത് പാവിച്ചിട്ട് പറയല്ലോ. പല്ലാവൂർ ദേവനാരായൺ. ഓഫ്, ഓക്കെ. ഇപ്പൊ സ്വന്തം ലൈഫ് ഒരു ബുക്ക് ആക്കുകയാണെങ്കിൽ അതിനെന്ത് പേരിടും? പറ്റിയ അബദ്ധങ്ങൾ. ഇത് പറയിപ്പിക്കണല്ലേ പാ പറഞ്ഞത്? എനിക്കിപ്പോ മനസ്സിലായി, എനിക്കിപ്പോ ഉറപ്പായി. പാളിപ്പോയ അബദ്ധങ്ങൾ, പറ്റിപ്പോയ അബദ്ധങ്ങൾ. അതാ ഇപ്പൊ പറ്റിപ്പോയ അബദ്ധത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഗൈസ്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം? പാലാരിവട്ടം. സൂപ്പർ. പാലാരിവട്ടത്ത് വേണ്ട, അതിപ്പോ പാലാരിവട്ടം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാലോ. കുക്ക് ചെയ്യാൻ ഏറ്റവും ഈസി ഉള്ള ഫുഡ് ഏതാ? പപ്പടം. രണ്ടാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്വന്തമായിട്ട് ഒരു സീരിയൽ എടുക്കാനും ചാൻസ് കിട്ടുന്ന, സിനിമ എടുക്കാനും ചാൻസ് കിട്ടുന്നു, ഏതെടുക്കും? പ്രൊഡ്യൂസറാവും. ഏതെടുക്കും? സിനിമ എടുക്കും, സീരിയൽ എടുക്കും? പെട്ടെന്ന് എടുക്കുന്നുണ്ടാവില്ല, ആ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുക, പതുക്കെ പതുക്കെ. പെട്ടെന്ന് എന്തായാലും എടുക്കൂല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മാ വെച്ചിട്ടൊരു പറയാം. എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മടുത്ത പോന്നിരുന്നതാ. ഓക്കെ, ഇന്നെന്താ കഴിച്ചു? വേണ്ട. കുളിച്ചിരുന്നോ? മോശമില്ലാണ്ട് കുളിച്ചിരുന്നു. എവിടുന്ന വരുന്ന ചോദിച്ചില്ല. എന്തിലാ വന്നത് ഇങ്ങോട്ട്? ട്രാവൽ ചെയ്ത് മോട്ടോർ വെഹിക്കിൾ. എവിടുന്ന്? എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ മോട്ടോർ വെഹിക്കിൾ? മുംബൈന്നാണല്ലേ? എന്താണ് ഇഷ്ടപ്പെട്ട ഇതിൽ? ഏത് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? നമ്മളിൽ ഒരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അതിൽ എന്താണ് മാ വെച്ചിട്ട് പറയുകയാണെങ്കിൽ? മുഖം, മനസ്സിന്റെ കണ്ണാടിന്നല്ലേ? നന്നായി. ഗുഡ് ഗുഡ്, താങ്ക് യു. മോശ സ്വഭാവം എന്താ? മോഷണം. നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന വെറൈറ്റി മീഡിയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആളുടെ സ്ഥിരം എന്താണ് ജോലി എന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഈ ഒരു ജോലിയിലേക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ട ഡ്രസ്? മസ്താനിക്ക് ചേരുന്ന എല്ലാം മസ്താനിടും. അയ്യോ, അത് കൊള്ളാം. ആ പേര് മാ, ദൈവമേ ആ പേരാണെന്ന് ഞാൻ ഓർത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മാ കൊടുക്കൂലായിരുന്നു. ഫ്രണ്ട്സ് എപ്പോൾ എന്താ പറയാറ്? മസ്താനി ഇങ്ങനെയാണോ അങ്ങനെയാണോ? മലയാളം. ഇത് അങ്ങനെയില്ല. മസ്താനിയുടെ ക്യാരക്ടറിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണ്? മാലി വെച്ച് പറ. മസ്താനി അടിപൊളിയാണ്. അതല്ല, ഫ്രണ്ട്സ് വന്നിട്ട് എപ്പോഴും ഒരു കുറ്റം പറയുകയാണെങ്കിൽ? മിണ്ടാതിരിക്കാറുണ്ട് ദേഷ്യം വരുമ്പോ, അത് ഫ്രണ്ട്സിന് ഇഷ്ടമല്ല. പിന്നെ ഒരു ഉപദേശം പറയുകയാണെങ്കിൽ, മാ വെച്ചിട്ട് പറയുകയാണെങ്കിൽ? എനിക്ക് പറയണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിഞ്ഞിട്ട് ഉപദേശം. ഇവിടുത്തെ ഡയറക്ടർക്ക് എന്താ ഉപദേശം കൊടുക്കാറുള്ളത്? ഷോ ഡയറക്ടർ. ഓക്കെ, മനുഷ്യരാണ്, ഒന്നും പെർമനന്റല്ലോ. ഇത് ഇത്രേ ഉള്ളൂ. മാ വെച്ച് നന്നായി പറഞ്ഞു. ജീവിക്കണ്ടേന്നാണ് ഇതിന് മനസ്സിലായത്. അധികം ഓക്കെ, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. കാരണം ഞാൻ തോറ്റുപോയി. കാരണം ഇതൊക്കെ പഠിച്ചു വന്ന ഒരാളെടുത്താണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും നന്നായിട്ട് ആൻസർ ചെയ്തു കേട്ടോ. താങ്ക് യു. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ? സാന്ത്വനം 2 ഇനി ആ ഒരു ഫാമിലി ജോയിൻ ചെയ്യുമോ? ഇനി നിങ്ങളെല്ലാവരും ഒരുമിച്ച് ആ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത് ഞാനിവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്താ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? വലിയൊരു സത്യമില്ലേ പറയുമ്പോ? എന്താ വേണ്ടേ? ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് പുറത്ത് പറയുന്നതായിരിക്കും. ലൈവ് കിട്ടോ? കുഴപ്പമില്ല, പറഞ്ഞു. ഞാനത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കട്ടെ, എന്നാലും നമ്മളെ മറക്കാതിരിക്കൂ. സാന്ദ്രത 2 വരുന്നൊക്കെ ഉള്ള എന്താ ട്രീറ്റ് ട്രീറ്റ് ചെലവ് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട്. കാരണം നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു നിങ്ങളെ ചോദ്യം ആണ് ആൻസർ ചെയ്യാൻ പോവാണ് ഞാൻ. പ്രേക്ഷകർക്ക് വേണ്ടി. പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. എനിക്ക് അവരെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ സാന്ദ്രം 2 എന്ന സംഭവം നമ്മളെ ടീം ഉണ്ടാവത്തില്ല. സീരിയസ്ലി? സീരിയലില് നമ്മളെ ഈ ഒരു സാന്ദ്രം 2 എന്ന സംഭവം വരുമെന്ന് എനിക്കറിയില്ല, 2 ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ ടീം എന്തായാലും സാന്ദ്രം 2 ചെയ്യില്ല. ഇപ്പോഴുള്ള ടീം ചെയ്യില്ല.
കാരണം നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടത്തോടെ മടുപ്പിച്ചിട്ടില്ല. പിന്നെ 1000 എപ്പിസോഡായി, കഥ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ ടീമിനെ വീണ്ടും അതൊരു അഴിച്ചു പണിത് വീണ്ടും അങ്ങനെ ചെയ്തിട്ട് ആൾക്കാർക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഇമ്പാക്ട് പോക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ സ്വതവേ. അതായിരിക്കും തോന്നുന്നു, മേ ബി എനിക്കറിയില്ല. പക്ഷെ നമുക്കത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാതാന്നുള്ള സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും 2 നമ്മളെ ടീം ഉണ്ടാവില്ല. 2 ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ ടീം ഉണ്ടാവില്ല. 2 ചില വേറെ ഉണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ 2 വരുന്നുണ്ടെന്ന് പറയാം. 2 ചില ആൾക്കാർ പറയുന്നത് 2 വരുന്നുണ്ട് എന്നുള്ള പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ടീം എന്തായാലും 2 ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഇല്ല, എന്തായാലും ഉണ്ടാവില്ല, ഉറപ്പായി. ഓക്കെ. പക്ഷെ ഇത് ആക്ച്വലി മറ്റേ എന്താ മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. കാരണം സാന്ത്വനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 2 വരും എന്നുള്ളതൊരു സന്തോഷമാണ്. പക്ഷെ അതേസമയം നിങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വിഷമമാണ്. അവര് പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ 2 വരുമോ, ഞങ്ങളെല്ലാരും കൂടെ ഒന്നുകൂടെ ഒരുമിച്ച് ഒരു ആ ഒരു ഇത് കിട്ടാൻ ഫാമിലി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേര് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ അടുത്ത പ്രൊജക്ട് ചെയ്താൽ 2 അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഇത് എപ്പോഴാണ് വരിക എന്നുള്ളത്. എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് അത് ഇനി ടീമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം 2ന്റെ ആണെന്നുള്ളതാണ് അവർക്കൊക്കെ ഡൗട്ട്. അപ്പൊ അത് എന്തായാലും ഉണ്ടാവില്ല. എല്ലാരും പല പല കാര്യങ്ങളിൽ അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. വേറെ വേറെ പ്രൊജക്റ്റിൽ എന്തായാലും കാണാൻ പറ്റും. ഈ ഒരു ടീം ഇല്ല.